നമസ്കാരം. എല്ലാവർക്കും സാപ്പിയൻസ് PSCയുടെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഫാക്റ്റുകളാണ് പഠിക്കാനായി പോകുന്നത്. വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ, 10th ലെവൽ, +2 ലെവൽ പരീക്ഷകൾക്ക് ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. ഒന്ന്, ക്വിസ് യൂണിവേഴ്സിറ്റി. എന്താണ് ഈ ക്വിസ് യൂണിവേഴ്സിറ്റി? K for Kalinga. Kalinga Institute of Social Science University. Kalinga Institute of Social Science University. ഈ യൂണിവേഴ്സിറ്റി നൽകുന്ന, അതായത് ഒഡീഷയിലുള്ള ഒരു സർവകലാശാല, ഈ സർവകലാശാല നൽകുന്ന ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് യൂണിവേഴ്സിറ്റി നൽകുന്ന ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം 2024 ലഭിച്ചത്, ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കൂ, അത് ബിൽ ഗേറ്റ്സിനാണ് ലഭിച്ചത്. പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിച്ചു. 2024 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര വിമാനത്താവള പദവി ലഭിച്ച വിമാനത്താവളത്തിന്റെ പേരാണ് ജാംനഗർ വിമാനത്താവളം. 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം പഠിച്ചോളൂ, അത് ഗുജറാത്താണ്. ഗുജറാത്ത്. ജാംനഗർ വിമാനത്താവളം എവിടെയാണ്? അത് ഗുജറാത്തിലാണ്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരാം. അടുത്തത് ഒരു റിപ്പോർട്ടാണ്. 2022 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി റിപ്പോർട്ട് പ്രകാരം, സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം മധ്യപ്രദേശാണ്. മധ്യപ്രദേശ്. നമുക്കറിയാം, ഇന്ത്യയുടെ കടുവാ സംസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. അപ്പൊ മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ള സംസ്ഥാനം. ഏത് സർവേ പ്രകാരം? 2022 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം. പോയിന്റ് വ്യക്തമാണ്. അടുത്തതാണ് ഭൂട്ടാന്റെ പരമോന്നത ബഹുമതി. അതാണ് ദ ഓർഡർ ഓഫ് ദ ഡ്രങ്ക് ഗ്യാൽപ്. ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദ ഡ്രങ്ക് ഗ്യാൽപ് ലഭിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കാണ് ലഭിച്ചത്. നരേന്ദ്രമോദി. പോയിന്റ് ക്ലിയർ ആണല്ലോ. അടുത്തത് ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനമൊക്കെ നമ്മൾ ഇന്ത്യ ചരിത്രം പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതാണ്. 1973-74 സമയങ്ങളിലാണ് ചിപ്കോ പ്രസ്ഥാനം. അപ്പൊ ഈ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ 50ാം വാർഷികം 2024 ആഘോഷിച്ചു എന്ന പോയിന്റൂടെ ഓർത്തു വെക്കുക. നെക്സ്റ്റ്, പദവിയിലിരിക്കെ അറസ്റ്റിലാവുന്ന ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന യോഗ്യത ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനാണ്. ഓക്കെ ആണോ? പദവിയിലിരിക്കെ അറസ്റ്റിലാവുന്ന ആദ്യത്തെ ഇന്ത്യയിലെ മുഖ്യമന്ത്രിയാണ് ആര്? അരവിന്ദ് കെജ്രിവാൾ. അപ്പൊ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ലോകത്തിലെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള മെട്രോപൊളിറ്റൻ സിറ്റി. ലോകത്തിലെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള മെട്രോപൊളിറ്റൻ സിറ്റി എന്ന നേട്ടം ഇന്ത്യയിലെ ഒരു മെട്രോപൊളിറ്റൻ നഗരം നേടി. അതാണ് ബെഗുസാരൈ എന്ന് പറയുന്ന മെട്രോപൊളിറ്റൻ സിറ്റി. ബെഗുസാരൈ അത് എവിടെയാണെന്ന് അറിയാമോ? ബീഹാറിലാണ്. ബീഹാർ കേട്ടോ. ലോകത്തിലെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള മെട്രോപൊളിറ്റൻ സിറ്റി അത് ഇന്ത്യയിലാണ്. അത് ഏതാണ്? ബെഗുസാരൈ. അതെവിടെയാണ്? ബീഹാറിലാണ്. പോയിന്റ് വ്യക്തമാണ്. അടുത്തത് ഒരു ആസ്ട്രോയിഡ് ആണ്, അഥവാ ഒരു ഛിന്നഗ്രഹമാണ്. 2005, ഇങ്ങനെ എഴുതാം, 2005 EX296, 2005 EX296 എന്ന ആസ്ട്രോയിഡിന് ഒരു ഇന്ത്യൻ സയന്റിസ്റ്റിന്റെ പേര് നൽകി ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ. അദ്ദേഹത്തിന്റെ പേര് ജയന്ത് മൂർത്തി എന്നാണ്. പോയിന്റ് ഓർത്തല്ലോ, ജയന്ത് മൂർത്തി. പരീക്ഷയ്ക്ക് ചോദിക്കാം, നല്ല ചോദ്യമാണ്. നെക്സ്റ്റ് പോയിന്റ്, ISRO സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ISROയുടെ യങ് സയന്റിസ്റ്റ് പ്രോഗ്രാമിന്റെ പേര് എന്താണ്? ISRO യങ് സയന്റിസ്റ്റ് പ്രോഗ്രാമിന്റെ പേരെന്ത്? സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISRO നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാമിന്റെ പേരാണ് യുവിക. ഓക്കെ, ഓർത്തു വെച്ചോളൂ, എന്താണ് പേര്?
യുവിക എന്നാണ്. യുവിക. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റിലേക്ക് വരാം. സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ്ങിനായി റോബോട്ടുകളെ നിർമ്മിച്ച ആദ്യത്തെ സ്ഥാപനമാണ് IIT മദ്രാസ്. ഓക്കെ. സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ്ങിനായി റോബോട്ടുകളെ നിർമ്മിച്ച ആദ്യ സംസ്ഥാനം അല്ല, ആദ്യത്തെ സ്ഥാപനമാണ് IIT മദ്രാസ്. IIT എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഓക്കെ, ആ പോയിന്റും വ്യക്തമായി. പൗരത്വ ഭേദഗതി നിയമം നമ്മളിത് വാർത്തകളിൽ കൂടി അറിഞ്ഞതാണ്. പൗരത്വ ഭേദഗതി നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ടുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? പരീക്ഷയ്ക്ക് ചോദിക്കാം. 1032. ഓർത്തു വെച്ചോണം, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ പുറത്തിറക്കി. അതാണ് 1032. നെക്സ്റ്റ് പോയിന്റിലേക്ക് വരാം. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ പേരാണ് നൗസേനാ ഭവൻ. ഓർത്തു വെച്ചോളൂ, എന്താണ് പേര്? നൗസേനാ ഭവൻ. അപ്പൊ എന്താണ് നൗസേനാ ഭവൻ? ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ പേരാണ് നൗസേനാ ഭവൻ. എവിടെയാണ് നൗസേനാ ഭവൻ? അത് ഡൽഹിയിലാണ്. നൗസേനാ ഭവൻ എവിടെയാണ്? ഡൽഹിയിലാണ്. ശരി. അടുത്തത് പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. ഇത് ഇന്ത്യ വികസിപ്പിച്ചതാണ്. ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ പേരെന്ത്? പുഷ്പക്. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെയാണ്. പുഷ്പക്. ഈ ഒരു ഭാഗമൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോണം കൃത്യമായി. ഒരുപക്ഷെ ഡിഗ്രി ലെവൽ പരീക്ഷകളിലൊക്കെ ആണെങ്കിൽ, പ്രിലിമിനറി പരീക്ഷകളിലൊക്കെ ആണെങ്കിൽ, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്തു നിന്നൊക്കെ ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു ചോദ്യങ്ങളാണ് ഇത്. ശരി, അടുത്ത ഭാഗത്തിലേക്ക് വരാം. 2024 വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റിന്റെ പേരെന്താ? അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സ്വകാര്യ ലോഞ്ച് പാഡ്, അവിടെ നിന്ന് ആദ്യമായിട്ടൊരു സ്വകാര്യ റോക്കറ്റ്. ആ സ്വകാര്യ റോക്കറ്റിന്റെ പേരാണ് അഗ്നിബാൺ. ഓക്കെയാണ്, അഗ്നിബാൺ. അപ്പൊ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ സ്വകാര്യ ലോഞ്ചിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റിന്റെ പേരാണ് അഗ്നിബാൺ. ഇനി ഈ സ്വകാര്യ ലോഞ്ച് പാഡില്ലേ, അതിനൊരു പേരുണ്ട്. അതിന്റെ പേര് ധനുഷ് എന്നാണ്. ഓക്കെ. ഇത് നിർമ്മിച്ചത് ആരാന്നറിയാമോ? അഗ്നികുൾ കോസ്മോസ് എന്ന കമ്പനിയാണ്. അഗ്നികുൾ കോസ്മോസ് എന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മ. അപ്പൊ ചലിക്കാവുന്ന രീതിയിലുള്ള ഒരു ലോഞ്ച് പാഡ് എവിടെയാണ് ഇവർ നിർമ്മിച്ചതെന്നറിയോ? ശ്രീഹരിക്കോട്ടയിലാണ് നിർമ്മിച്ചത്. അതിന്റെ പേരാണ് എന്ത്? ധനുഷ്. അപ്പൊ ആ ഒരു സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങളും നിങ്ങളിലേക്ക് മനസ്സിലായി എന്ന പ്രതീക്ഷയോടുകൂടി അടുത്ത ഒരു സ്ലൈഡിലേക്ക് പോവുകയാണ്. MIRV. എന്താണ് MIRV? മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ. MIRV ടെക്നോളജി ഉള്ള ഇന്ത്യയിലെ മിസൈൽ പരീക്ഷണം ഏതായി? 2024 ഇന്ത്യ MIRV ടെക്നോളജിയുടെ പരീക്ഷിച്ച മിസൈലിന്റെ പേരാണ് അഗ്നി 5. ഓർത്തു വെച്ചോളൂ, എന്താണ് പേര്? അഗ്നി 5. MIRV ടെക്നോളജിയുടെ സഹായത്തോടു കൂടി 2024 ഇന്ത്യ പരീക്ഷിച്ച മിസൈലിന്റെ പേരാണ് അഗ്നി 5. ഓക്കെ അല്ലേ? ഇന്ത്യയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5 എന്ന് പറയും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ. നെക്സ്റ്റ് പോയിന്റിലേക്ക് വരാം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട വഴി തുരങ്കപാത അതാണ് സേലാ ടണൽ. SELA സേലാ ടണൽ. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഇരട്ട വഴി തുരങ്കപാത അതാണ് സേലാ ടണൽ. ഈ സേലാ ടണൽ എവിടെയൊക്കെ ബന്ധിപ്പിക്കുന്നു? അരുണാചൽ പ്രദേശിനെയും അസമിനെയും ബന്ധിപ്പിക്കുന്നു. അരുണാചൽ പ്രദേശിലെ തവാങ്ങിനെയും ആസാമിലെ തേസ്പൂറിനെയും തമ്മിൽ ബന്ധിപ്പിക്കും.
അരുണാചൽ പ്രദേശിലെ തവാങ്ങിനെയും ആസാമിലെ തേസ്പൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സേലാ ടണൽ. ഓക്കെ, പോയിന്റ് വ്യക്തമാണെന്ന് വിചാരിക്കും. നെക്സ്റ്റ്, അരുണാചൽ പ്രദേശിൽ നിലവിൽ വന്ന 27ാമത്തെ ജില്ലയുടെ പേരെന്താണ്? അതിന്റെ പേരാണ് ബിച്ചോം. കേട്ടോ, എന്താണ് പേര്? ബിച്ചോം എന്നാണ് പേര്. അരുണാചൽ പ്രദേശിൽ നിലവിൽ വന്ന 27ാമത്തെ ജില്ലയുടെ പേരാണ് ബിച്ചോം. അപ്പൊ ആ പോയിന്റോടെ സെറ്റാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ. ഇന്ത്യയിലെ ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ, അതിന്റെ പേരാണ് ദ്വാരക എക്സ്പ്രസ്. ദ്വാരക എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേയുടെ പേരാണ് ദ്വാരക എക്സ്പ്രസ്. അത് ബന്ധിപ്പിക്കുന്നത് ഡൽഹിയെയും ഗൂർഗാവോണിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഡൽഹിയെയും ഗൂർഗാവോണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 8 വരി എലിവേറ്റഡ് ഹൈവേയുടെ പേരാണ് ദ്വാരക എക്സ്പ്രസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷന്റെ പേരെന്താ? കിഷോർ മക്വാന. കിഷോർ മക്വാന എന്നാണ് പേര്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷന്റെ പേര് കിഷോർ മക്വാന. അപ്പൊ ആ പോയിന്റ് ക്ലിയർ ആയി. ഇനി പൊഖ്രാൻ. പൊഖ്രാൻ എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടുണ്ട്, രാജസ്ഥാനിലാണ്. ഈ പൊഖ്രാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇന്ത്യയുടെ കരസേനയും വ്യോമസേനയും നാവികസേനയും സംയുക്തമായ ഒരു സൈനിക അഭ്യാസം നടത്തി. അതിന്റെ പേര് ഭാരത് ശക്തി എന്നാണ്. ഭാരത് ശക്തി. അപ്പൊ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങളും കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റിപ്പീറ്റ് ചെയ്യാത്തത് നിങ്ങൾക്ക് വീണ്ടും കേൾക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ്. ശരി. രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ എവിടെ വന്നു? സാമ്പൽപൂർ, ഒഡീഷ. രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? സാമ്പൽപൂർ ആണ്, അത് ഒഡീഷയിലാണ്. സ്കിൽ ഇന്ത്യ സെന്റർ രാജ്യത്ത് ആദ്യമായിട്ട് നിലവിൽ വന്നത് എവിടെയാണ്? സാമ്പൽപൂർ, അത് ഒഡീഷയിലാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യ സ്ഥാപിച്ച പുതിയ നാവികത്താവളം. ഇന്ത്യ സ്ഥാപിച്ച പുതിയ നാവികത്താവളത്തിന്റെ പേര്, അതിന്റെ പേരാണ് INS ജഡായു. കേട്ടോ, അതിന്റെ പേരാണ് INS ജഡായു. അപ്പൊ ഈ INS ജഡായു എവിടെയാണെന്ന് അറിയോ? ലക്ഷദ്വീപിലാണ്. ലക്ഷദ്വീപ്. INS ജഡായു ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിലാണ്. മിനിക്കോയ് ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യ സ്ഥാപിച്ച പുതിയ നാവികത്താവളമാണ് INS ജഡായു. അത് എവിടെയാണ്? ലക്ഷദ്വീപിലാണ്, മിനിക്കോയ് ദ്വീപിലാണ്. പോയിന്റ് ക്ലിയർ ആണ്. നെക്സ്റ്റ് വൺ, അഴിമതി തടയുന്നതിനായി നിലവിൽ വന്നതാണ് ലോക്പാൽ, അല്ലെ? സംസ്ഥാന തലത്തിൽ അത് ലോകായുക്ത. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോക്പാൽ ആരാണ്? ജസ്റ്റിസ് അജയ് മാണിക് റാവു ഖാൻവിൽക്കർ. ഇങ്ങനെ ആയിരിക്കത്തില്ല നിങ്ങൾ കണ്ടത്. ജസ്റ്റിസ് AM ഖാൻവിൽക്കർ, അല്ലേ? ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ കണ്ടത്. ഇവിടെ A എന്ന് പറഞ്ഞാൽ അജയ്, M എന്ന് വെച്ചാൽ മാണിക് റാവു. ജസ്റ്റിസ് അജയ് മാണിക് റാവു ഖാൻവിൽക്കർ ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോക്പാൽ. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ പ്രഥമ ലോക്പാൽ, ആദ്യത്തെ ലോക്പാൽ ആരാന്നറിയാമോ? അദ്ദേഹത്തിന്റെ പേര് പിനാകി ചന്ദ്ര ഘോഷാണ്. കേട്ടോ, ഇന്ത്യയുടെ പ്രഥമ ലോക്പാൽ ആരാണ്? പിനാകി ചന്ദ്ര ഘോഷാണ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ ലോകായുക്ത ആരാണ്? കേരളത്തിന്റെ ലോകായുക്ത ജസ്റ്റിസ് N അനിൽകുമാർ. കേരളത്തിന്റെ ഇപ്പോഴത്തെ ലോകായുക്ത ജസ്റ്റിസ് N അനിൽകുമാറാണ്. അപ്പൊ ആ 2 പോയിന്റ് കൂടെ നിങ്ങൾ അവിടെ ഓർത്തു വെക്കുക. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഉറപ്പാണ്. നെക്സ്റ്റ് വൺ, നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഏത്? ഹിമാചൽ പ്രദേശ്. 68 സീറ്റായിരുന്നു. 34 എന്നിങ്ങനെ തുല്യമായി വന്നപ്പോൾ നറുക്കെടുപ്പിലൂടെ നമുക്ക് ആളെ തെരഞ്ഞെടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനമായിട്ട് ഏത് മാറി? ഹിമാചൽ പ്രദേശ്. പോയിന്റ് ഓർത്തോണം. നെക്സ്റ്റ്, ഒരു പോർട്ടലിനെ കുറിച്ചാണ്. ചക്ഷു പോർട്ടൽ, വളരെ പ്രധാനപ്പെട്ട ഒരു പോർട്ടലാണ് ചക്ഷു പോർട്ടൽ. എന്താണ് ഈ ചക്ഷു പോർട്ടൽ? ഫോൺ വിളികളിലൂടെയും സന്ദേശങ്ങളിലൂടെയും സൈബർ തട്ടിപ്പുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പോർട്ടലാണ് ചക്ഷു പോർട്ടൽ. ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഫോൺ വിളികളിലൂടെയും SMS-ലൂടെയുമുള്ള തട്ടിപ്പുകൾ കൂടിക്കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ. ഒറ്റയ്ക്കാണെന്ന് തോന്നലുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജുകൾ വരുന്ന ഒരു കാലഘട്ടമാണ്. പണ്ടൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു.
എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇതിനെയെല്ലാം മറികടക്കുന്നതിനായി ഒരു പോർട്ടൽ ഉണ്ട്, അതാണ് ചക്ഷു പോർട്ടൽ. നമുക്കറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇളയരാജ. ഇളയരാജയുടെ ജീവിതം ആസ്പദമാക്കി ഉള്ള ഒരു ചിത്രമാണ് ദ കിങ് ഓഫ് മ്യൂസിക്. അത് നായകനായി വരുന്നത് ആരാണ്? ധനുഷാണ്. ധനുഷ്. നെക്സ്റ്റ് വൺ, ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. ബുക്കാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്നത്. മുൻ കരസേനാ മേധാവിയായ എം എ നരവനെ അദ്ദേഹത്തിന്റെ കൃതിയാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതാം. നെക്സ്റ്റ് വൺ, തമിഴ് സിനിമാ നടൻ വിജയ് രാഷ്ട്രീയ പ്രവേശനം ചെയ്ത കാര്യം നമ്മൾ അറിഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് തമിഴക വെട്രി കഴകം. അതും ഒന്ന് ഓർത്തു വെച്ചുക, തമിഴക വെട്രി കഴകം. അടുത്ത പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 2024 നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു? ഫ്രാൻസിന്റെ പ്രസിഡന്റായ ഇമാനുവൽ മാക്രോൺ ആയിരുന്നു മുഖ്യ അതിഥി. 2024 റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇമാനുവൽ മാക്രോൺ ആയിരുന്നു. ശരി. ഓപ്പൺ എ ഐ, നമുക്കറിയാം ചാറ്റ് ജി പി ടി ആ ഒരു സാധനം പുറത്തിറക്കിയ കമ്പനിയാണ് ഓപ്പൺ എ ഐ. ഓപ്പൺ എ ഐയുടെ മേധാവിയായി ഓപ്പൺ എ ഐയിലേക്ക് ജോലി നേടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ വനിതയാണ് പ്രഗ്യ മിത്ര. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയാണ് പ്രഗ്യ മിത്ര. നെക്സ്റ്റ് വൺ, ഒരു എം പി മരിച്ചുപോയി. എം പി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ എം പി ആയിരുന്നു ഷാഫിഖുർ റഹ്മാൻ. 93 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം മരിച്ചു. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ എം പി ആയിരുന്ന ഷാഫിഖുർ റഹ്മാൻ മരിച്ചു. നെക്സ്റ്റ് വൺ, അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിലേക്ക്, അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യത്തെ വനിതയാണ് നൈമ ഖത്തൂൻ. കേട്ടോ, എന്താണ് പേര്? നൈമ ഖത്തൂൻ. അടുത്ത പോയിന്റിലേക്ക് വരാം. അടുത്ത പോയിന്റിൽ ദേശീയ വിദ്യാഭ്യാസ നയം, അതുപോലെ ദേശീയ പാഠ്യ പദ്ധതി, ദേശീയ വിദ്യാഭ്യാസ നയം, ദേശീയ പാഠ്യ പദ്ധതി ചട്ടക്കൂട് എന്നിവ അടിസ്ഥാനമാക്കി ആർക്ക് വേണ്ടിയിട്ടാണ് നോക്കിയോടെ, അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യ പദ്ധതിയുടെ പേര് ആദർശശില. കേട്ടോ, എന്താണ് പേര്? ആദർശശില. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കണവാടി കുട്ടികൾക്കായിട്ടുള്ള പുതിയ പാഠ്യ പദ്ധതിയുടെ പേരാണ് ആദർശശില. അങ്കണവാടി കുട്ടികൾക്കായിട്ടുള്ള പുതിയ പാഠ്യ പദ്ധതിയുടെ പേരാണ് ആദർശശില. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് നടത്തിയ നാവിക അഭ്യാസത്തിന്റെ പേരാണ് പൂർവി ലഹർ. പൂർവി ലഹർ എന്നാണ് പേര്. പൂർവി ലഹർ. ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് നടത്തിയ സൈനിക അഭ്യാസത്തിന്റെ പേരാണ് പൂർവി ലഹർ. നെക്സ്റ്റ് വൺ, ലക്ഷദ്വീപിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ്? HDFC. കേട്ടല്ലോ, ലക്ഷദ്വീപിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്കാണ് HDFC. പോയിന്റ് വ്യക്തമാണ്, ശരിയാണ്. അടുത്തത്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ IMFന്റെ റിപ്പോർട്ട് പ്രകാരം 2025 ലോകത്തിലെ ഏറ്റവും സാമ്പത്തിക ശക്തിയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരിക്കും? 4മതായിരിക്കും. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ റിപ്പോർട്ട് പ്രകാരം 2025 അപ്പൊ 2024 വന്ന റിപ്പോർട്ടാണ്. 2025 ഇന്ത്യയിൽ ലോക സാമ്പത്തിക ശക്തിയിൽ ഇന്ത്യയുടെ സ്ഥാനം 4മതായിരുന്നു. അടുത്തത്, ഇന്ത്യൻ സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സുധീർ കക്കർ 2024 അന്തരിച്ചു. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, ആരാണ് താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യൻ സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നൊക്കെ ചോദിച്ചാൽ അതൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യമായിട്ടാണ് പരിഗണിക്കുക. നെക്സ്റ്റ് പോയിന്റിലേക്ക്, കപ്പലുകൾക്ക് കടന്നു പോകുന്നതിന് വേണ്ടി കടലിനു മീതെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം. വെർട്ടിക്കലായിട്ട് പൊങ്ങി കപ്പലുകൾ കടന്നു പോകുന്നു, ശേഷം താഴും.
വെർട്ടിക്കൽ ആയിട്ടുള്ള ലിഫ്റ്റ് പാലം. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് ന്യൂ പാമ്പൻ പാലം. പാമ്പൻ പാലം കേട്ടിട്ടുണ്ട്, ന്യൂ പാമ്പൻ. നെക്സ്റ്റ്, സുപ്രീം കോടതിയുടെ മുതിർന്ന അഭിഭാഷകനായിരുന്ന ഫാലി എസ് നരിമാൻ അന്തരിച്ചു. സുപ്രീം കോടതിയിലെ മുൻ മുതിർന്ന അഭിഭാഷകനായിരുന്ന ഫാലി എസ് നരിമാൻ അന്തരിച്ചു 2024 ഫെബ്രുവരി 21. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ബിഫോർ മെമ്മറി ഫെയിൽസ്. ബിഫോർ മെമ്മറി ഫെയിൽസ് എന്ന ആത്മകഥ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫാലി എസ് നരിമാൻ ഓർത്തുവെക്കുക. അടുത്തത്, ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച ആപ്പിന്റെ പേരാണ് സാക്ഷം ആപ്പ്. കേട്ടല്ലോ, സാക്ഷം ആപ്പ്. ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പാണ്, മൊബൈൽ ആപ്പാണ് സാക്ഷം ആപ്പ്. നെക്സ്റ്റ് വൺ, ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികൾ, ക്രമക്കേടുകൾ അധികൃതരെ അറിയിക്കുന്നതിനായിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് വിജിൽ. സി വിജിൽ. അപ്പൊ രണ്ട് മൊബൈൽ ആപ്പാണ്, ഒന്ന് സാക്ഷം ആപ്പ്, സി വിജിൽ ആപ്പ്. എന്താണ് സാക്ഷം ആപ്പ്? അത് ആരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്? ഭിന്നശേഷിക്കാരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുക. എന്താ സി വിജിൽ? എന്തായാലും കുഴപ്പം വല്ലതും ഉണ്ടെങ്കിൽ അറിയിക്കുക, ഉദ്യോഗസ്ഥരെ അറിയിക്കുക എന്നുള്ളതാണ് സി വിജിൽ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വേറൊരെണ്ണം നോക്കുവാണെങ്കിൽ ചിലർക്ക് ഒരു സംശയം വരാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ എവിടോ ഒരെണ്ണം ഉണ്ടല്ലോ, ഇത് ചക്ഷു പോർട്ടലാണ്. ചക്ഷു പോർട്ടൽ, അതായത് ഫോൺ വിളികൾ, സന്ദേശങ്ങൾ, മറ്റ് സൈബർ തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടിയുള്ള പോർട്ടലാണ് ചക്ഷു പോർട്ടൽ. ഇവിടെ സാക്ഷം ആപ്പും പഠിച്ചു, പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? സി വിജിലും പഠിച്ചു. നെക്സ്റ്റ്, കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തെരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്നത് എത്ര പ്രായം? 85 വയസ്സ്. തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്നത് 85 വയസ്സിന് മുകളിൽ. അതും വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ കൃത്യമായി അറിയിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പാണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. ചക്ഷു പോർട്ടൽ, സാക്ഷം ആപ്പ്, സി വിജിൽ ആപ്പ്, ഇപ്പൊ പുതിയൊരു ആപ്പ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. എന്താണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ്? അതായത് ഈ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്തിറക്കിയ ആപ്പാണ് ഏത്? വോട്ടർ ടേൺ ഔട്ട്. അപ്പം ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. എല്ലാവർക്കും